ചരിത്രപ്രസിദ്ധമായ കരിക്കകത്ത് പൊങ്കാല മഹോത്സവത്തിൽ നിവേദ്യ ചടങ്ങുകൾക്കായി കാത്തിരിക്കുകയാണ് ഭക്തർ. രാവിലെ 10:15 തന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും പണ്ടാരടുപ്പിലേക്ക് ദീപം പകർന്നോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഇത്തവണയും ആയിരക്കണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിച്ച് കരിക്കകത്തമ്മയുടെ അനുഗ്രഹം തേടിയെത്തിയത്. ഉച്ചയ്ക്ക് 2:30 നിവേദ്യം. പൊങ്കാല വിശേഷങ്ങളുമായി ക്ഷേത്രത്തിൽ നിന്നും MK വിനോദ് കുമാർ ചേർന്നു. വിനോദ്, അവിടെ നിവേദ്യ ചടങ്ങുകൾക്കായി ഭക്തർ കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്നും എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അമൽ, നമ്മൾക്കറിയാം കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ പൊങ്കാല, പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം ഇന്ന് നടക്കുകയാണ്. രാവിലെ പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. ആ തിരക്ക് ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. പൊങ്കാല നേദ്യം രാവിലെ 10:15 ഭദ്രദീപം പണ്ടാര അടുപ്പിലേക്ക് പകർന്നത്. പിന്നീട് ആയിരക്കണക്കിന് അടുപ്പിലേക്ക് ആ ദീപം പകരുകയായിരുന്നു. അങ്ങനെ ക്ഷേത്ര സങ്കേതത്തിനും ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴികളിലും ക്ഷേത്രത്തിലോട്ടുള്ള പാതയോരങ്ങളിലും എല്ലാം കിലോമീറ്ററുകൾ ചുറ്റളവിൽ പൊങ്കാല അടുപ്പുകൾ ഒരുക്കിയിരുന്നു. ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ്, അമ്മമാരാണ് ഒക്കെ ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രനട തുറന്നിരിക്കുന്നു. ദർശന സമയമാണ്. നിരവധി ആളുകൾ ഭഗവതിയെ, ചാമുണ്ടേശ്വരിയെ ദർശിക്കാനായി അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. കടുത്ത ചൂടാണ്, വെയിലാണ്. പക്ഷേ ഇതിനെയെല്ലാം അവഗണിച്ചാണ് ഭക്തർ. അതിനൊക്കെ മുകളിലാണ് അവരുടെ ഭക്തി. അതുകൊണ്ട് അവർ ഈ വെയിലിനെ ഒന്നും വകവെക്കാതെ, ഈ ചൂടിനെ വകവെക്കാതെ, ഈ കടുത്ത വേനലിലും അവർ ഭഗവതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടായ പൊങ്കാല നേദ്യം അർപ്പിക്കുകയാണ്. രാവിലെ 10:15 ഭദ്രദീപം പകർന്നതോടെ എല്ലാ അടുപ്പിലും പൊങ്കാല നേദ്യം അത് തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ പൊങ്കാല നേദ്യം എല്ലാ അടുപ്പുകളിലും തയ്യാറായി കഴിഞ്ഞു. 2:30 അതിൻ്റെ നിവേദ്യ ചടങ്ങ് നടക്കുക. അതുകൂടി കഴിഞ്ഞ ശേഷം മാത്രമേ ആളുകൾ പിരിഞ്ഞു പോകുകയുള്ളൂ. ഞാനിപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഭക്തർ കടന്നു പോകുന്ന ആ ഭാഗത്താണ് നിൽക്കുന്നത്. നമുക്ക് സ്ത്രീജനങ്ങളോട്, അമ്മമാരോട് ചോദിക്കാം. അമ്മ എവിടെ നിന്ന് വരുന്നു? അല്ല, 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആയിട്ട് ഞങ്ങള് വലിയ ശാലയിൽ എല്ലാ വർഷവും വരും. പാലോട് നിന്ന് വരുന്നു. ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല ഈശ്വരാനുഗ്രഹം എല്ലാം മതം. നമ്മുടെ വട്ടപ്പാറ കല്ലയ എല്ലാ വർഷവും വരും. ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ കിളിമാനൂർ നിന്നാണ് വരുന്നത്. ഇത് 4ാമത്തെ പൊങ്കാലയാണ് എൻ്റെ. ഇടയ്ക്കിടയ്ക്ക് തൊഴാൻ വരാറുണ്ട്. ഭയങ്കര വിശ്വാസമാണ്. ഭയങ്കര ശക്തിയുള്ള അമ്മയാണ്. അതെ, വിളിച്ചാൽ വിളിപ്പുറത്തമ്മയാണ്. അതെ, കിളിമാനൂരിൽ നിന്ന് വരെയാണ്. ആദ്യമായിട്ടാണ് തൊഴാതെ വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി ഭക്തരാണ് ഭഗവതിയെ തൊഴാനായി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ വരുന്നു. അവരൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അമ്മയാണ് ചാമുണ്ടേശ്വരി ഭഗവതി. നമുക്കറിയാം 3 ഭാവത്തിലാണ് ഭഗവതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചുള്ളത്. ചാമുണ്ടേശ്വരി ഭഗവതിയുണ്ട്, ബാലചാമുണ്ടേശ്വരിയുണ്ട്, രക്തചാമുണ്ടേശ്വരിയുണ്ട്. അങ്ങനെ ഭഗവതിയുടെ 3 ഭാവങ്ങളിലും ഇവിടെ ഭഗവതി വിളങ്ങുന്നു. അവർ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു നൽകുന്ന എല്ലാ സങ്കടങ്ങളും അമ്മയുടെ മുമ്പിൽ പറഞ്ഞ് അവർ പ്രാർത്ഥനയോടെയാണ് മടങ്ങുന്നത്. അമ്മയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട പൊങ്കാല വഴിപാട് അർപ്പിക്കുക എന്നുള്ളതാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ആ വെയിലിനെയും ചൂടിനെയും ഒക്കെ അവഗണിച്ച് 100 കണക്കിന് അമ്മമാർ, 1000കണക്കിന് അമ്മമാർ കൊടും വെയിലത്ത് അടുപ്പിൽ പൊങ്കാല നേദിച്ച് അങ്ങനെ കാത്തിരിക്കുന്നു. 2:30 പൊങ്കാല സമർപ്പണം, അതിൻ്റെ നിവേദ്യം നടക്കുക. അമൽ. യെസ് വിനോദ, നമുക്കറിയാം ആറ്റുകാൽ കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാലയാണ് കരിക്കകത്ത് പൊങ്കാല. ഇത്രയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ 10,000കണക്കിന് സ്ത്രീജനങ്ങൾ അവിടെ പൊങ്കാല ഇട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പൊൻകലങ്ങളിൽ അങ്ങനെ പൊങ്കാല നിറഞ്ഞ് വെന്തു പാകമാവുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചാണ്. ഇനി എല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പൊങ്കാല നിവേദ്യത്തിനായുള്ള കാത്തിരിപ്പ് അതുതന്നെയാണ്, അല്ലേ? അതന്നെ, പൊങ്കാല നേദ്യത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ 4-5 മണിക്കൂർ കാത്തിരുന്നിട്ടാണ്. 2:30 മണി വരെ കാത്തിരിക്കുക എന്നുള്ളത് അത് വളരെ ദുഷ്കരമായ കാര്യമാണ്. പക്ഷേ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അമ്മയ്ക്ക് മുന്നിൽ അർപ്പിച്ചുകൊണ്ട്, എല്ലാം ഭഗവതിക്ക് മുമ്പിൽ അർപ്പിച്ചുകൊണ്ട്, അവർക്ക് ഈ വെയിലും ചൂടും ഒരു പ്രയാസമേ അല്ല. അവർ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനായി, എല്ലാ പ്രാർത്ഥനകളും സബലീകരിക്കാനായി അമ്മയുടെ മുമ്പിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ് പൊങ്കാല നേദ്യം എന്നുള്ളത്. നമുക്കറിയാം,
ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് ഇവിടുത്തെ ഭക്തർ ഇവിടെ കുടിയിരിക്കാനായി അമ്മ കുടിയിരുന്നപ്പോൾ ഭക്തർ ഇവിടെ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് പൊങ്കാല നേദ്യം. അത് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി അത് തുടരുകയാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം അത് പ്രായമുള്ളവർ മാത്രമല്ല യുവതലമുറയും പൊങ്കാല നേദ്യം ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് യുവതികളും കുട്ടികളും പെൺകുട്ടികളും അടക്കം നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് വരുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാലയാണ് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ പൊങ്കാല. ഓരോ വർഷവും അതിൻ്റെ കീർത്തി വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ പൊങ്കാല നടത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഈ പകൽ മുഴുവൻ അമ്മ ഭക്തർക്ക് ദർശനം നൽകുന്നു എന്നുള്ളതാണ്. എൻ്റെ പിന്നിൽ 100 കണക്കിന് അമ്മമാരാണ് ഭഗവതി ദർശനത്തിനായി ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അമൽ. യെസ്, ചരിത്രപ്രസിദ്ധമായ കരിക്കകം പൊങ്കാല മഹോത്സവത്തിൽ നിവേദ്യ ചടങ്ങുകൾക്കായി കാത്തിരിക്കുകയാണ് ഭക്തർ. രാവിലെ 10:15 തന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും പണ്ടാരടുപ്പിലേക്ക് ദീപം പകർന്നോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഇത്തവണയും ആയിരക്കണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിച്ച് കരിക്കകത്തമ്മയുടെ അനുഗ്രഹം തേടിയെത്തിയത്. വിവരങ്ങളുമായി ചേർന്നത് MK വിനോദ് കുമാറാണ്.